ആചാരങ്ങളും അനിസ്ലാമികമായ പലതും സ്റ്റേജിലും അല്ലായകയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ആഘോഷങ്ങളിൽ, എൻ്റെ മക്കളുടെ വിവാഹങ്ങളിൽ ഞാൻ ഇടപെടുന്നിടത്ത് അതൊന്നും എനിക്ക് വേണ്ട എന്നൊരു മുസ്ലിം തീരുമാനിക്കുമ്പോൾ എന്താണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്? തൻ്റെ കൂട്ടുകാരികളൊക്കെ, അവർക്കൊക്കെ ഒരു ക്രഷോ ബെസ്റ്റിയോ ബോയ് ഫ്രണ്ടോ ആരൊക്കെയോ ആവട്ടെ, ഗേൾസിന് ഇങ്ങോട്ടും വിവാഹമെന്ന അള്ളാഹു ഹലാലാക്കിയ ഒരു ബന്ധത്തിൻ്റെ മുമ്പിൽ മനുഷ്യനുണ്ടാക്കി കൂട്ടുന്ന ചില ചട്ടക്കൂടുകളെ കവചമാക്കി പിടിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹ നിർവഹണത്തിന് മനുഷ്യൻ എത്തിപ്പിടിക്കുന്ന പലതും അള്ളാഹു നിഷിദ്ധമാക്കുമ്പോൾ ഒരു മുസ്ലിം എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എന്താണ് അവന് ലഭിക്കാൻ പോകുന്നത്? സ്വർഗമുണ്ടെന്ന് ഉറപ്പു തന്നെ. ഈ ലോകത്ത് എന്ത് കിട്ടും? ആ ചോദ്യത്തിന് മറുപടിയാണ് സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഈ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. സത്യവിശ്വാസിയായി സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ഒരാണും പെണ്ണും, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഒരു യുവാവും ഒരു യുവതിയും എന്ത് കിട്ടും അവർക്ക്? ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. വളരെ സമാധാനപൂർണമായ സന്തുഷ്ടമായ ജീവിതം ഈ ലോകത്ത് നാം അവർക്ക് നൽകും. ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളത് മദ്യപിക്കാതെ ജീവിക്കുന്നവർക്കാണ്, ഡ്രഗ് അടിക്കുന്നവർക്കല്ല. ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളത് ആർക്കാണെന്നറിയോ? ആരാധന ചെയ്യുന്നവർക്കാണ്, ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്. സൈക്കോളജിസ്റ്റുകൾ വേറെ പല പേരിട്ട് വിളിക്കും, മെഡിറ്റേഷൻ വേണമെന്ന് പറയും. ഒരു മുസ്ലിമിന് 5 നേരത്തെ മെഡിറ്റേഷൻ, 5 നേരത്തെ നമ്മുടെ നിസ്കാരമാണ്. ആ നിലക്ക് നമുക്കതിനെ കാണാൻ കഴിഞ്ഞാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും മനോഹരമായ ജീവിതം. ഹയാതൻ ത്വയ്യിബ എങ്ങനെ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നറിയില്ല. അള്ളാഹു നൽകുന്ന ജീവിതം, വി വിൽ ഗിവ് ഹിം എ ഫുൾഫില്ലിംഗ് ലൈഫ്. എങ്ങനെ മലയാളത്തിൽ പറയാം? ആത്മസംതൃപ്തി നൽകുന്ന ജീവിതം. പടച്ചോൻ പറഞ്ഞതുപോലെ കേട്ട് ജീവിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആത്മനിർവൃതിയുള്ള ജീവിതം ഇവിടെ ആ മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കും. ചിലത് നമ്മൾ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ, അല്ലേ? ആരോഗ്യം എന്നത് ആരോഗ്യമില്ലാത്തവൻ്റെ കണ്ണിൽ ആരോഗ്യമുള്ളവൻ ചുമന്ന് നടക്കുന്ന ഒരു കിരീടമാണ്, അല്ലേ? എത്ര കോടീശ്വരനാണെങ്കിലും 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്യൂമർ വന്നിട്ടോ അല്ലാതെയോ ഇനി ഒരു മരണത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്ന് കാണുമ്പോൾ താൻ കിടക്കുന്ന ICU എന്ത് യൂണിറ്റായിരിക്കട്ടെ അവിടെ കിടക്കുമ്പോൾ അവിടെ തൂത്തുവാരുന്ന ഒരു പെണ്ണിൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്ത് ഞാനത് വാങ്ങിക്കുമായിരുന്നു എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന നേരമുണ്ട്. മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയും നിർവൃതിയും ഒരുപക്ഷെ വഴിതെറ്റി കുറച്ച് ദൂരം അങ്ങ് പോകുമ്പോഴായിരിക്കും തിരിച്ചറിയുക, ഞാൻ ഐ വാസ് ഇൻ എ ബെറ്റർ ലൈഫ് ബിഫോർ. പിന്നെ തിരിച്ചു വന്നാണ് കാണാൻ കഴിയുക. പക്ഷേ സത്യം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. സംതൃപ്തമായ ജീവിതം അള്ളാഹുവിനനുസരിക്കുന്നവർക്ക് ഇവിടെ അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതിനാണ് നമ്മൾ പടച്ചവൻ അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്. നമ്മുടെ ശരീരം പറയും ചെയ്യണം, നമ്മുടെ സൗഹൃദം പറയും അത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടുകൾ പറയും ദാറ്റ്സ് നോർമൽ, നമ്മുടെ സമൂഹം പറയും യു ആർ an odd person. ഞങ്ങളൊക്കെ ഇങ്ങനെ, നീ എന്താ ഒറ്റയ്ക്ക് നടക്കുന്നത്, നീ എന്താ വ്യത്യസ്തമായ ചിന്തയിൽ, ഞങ്ങൾ ഒഴുകുന്ന ഒഴുക്ക് നീ കാണുന്നില്ലയോ? ബദ അൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാം തുടങ്ങുന്നത് വിചിത്രമായിട്ടാണ്. ഗരീബൻ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ്, ഏലിയൻ, സ്ട്രേഞ്ച്. ഇസ്ലാം തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. അറേബ്യ മുഴുവൻ മദ്യത്തിൻ്റെ ലഹരിയാണ്. മദ്യമില്ലാത്തവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്ത്രീ സമൂഹത്തെ they were truly enslaved. അവരടിമകളാക്കി വെച്ചിരുന്ന കാലം. war was a passion. എന്തിനും യുദ്ധം, എന്തിനും കൊല ചെയ്യുന്നത്, murder, എല്ലാറ്റിനും കൊലപാതകം എന്ന ഒരു പരിഹാരം മാത്രം. ആ ഒരു സമൂഹത്തിനിടയിൽ മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ് കടന്നു വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെന്ന് പറയുന്നത് അമാനത്താണ്. ആ അമാനത്ത് സൂക്ഷിക്കുന്നവരെ നാളെ സ്വർഗമുണ്ട് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനാകുന്നത് മനുഷ്യൻ്റെ കോൺഷ്യൻസസ്, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണ്, വിശേഷ ബുദ്ധി കൊണ്ടാണ്. ആ വിശേഷ ബുദ്ധിയെ തകരാറിലാക്കുന്ന ആൽക്കഹോളിസം, ഡ്രഗ് യൂസുകൾ, ഇൻടോക്സിക്കൻ്റുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മനുഷ്യൻ
സൃഷ്ടിക്കപ്പെട്ടതും വ്യത്യസ്തനായതും മനുഷ്യന്റെ സ്വബോധം കൊണ്ടാണ്. ആ ബോധം നഷ്ടപ്പെടുന്നതൊന്നും മനുഷ്യൻ ആഹരിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരും അനുയായികളും വന്നപ്പോ അവർ പറഞ്ഞു, ദിസ് ഈസ് ഏലിയൻ, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, ഇത് ഞങ്ങൾക്കറിയാത്തതാണ്. ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടാണ് ലോകത്ത് കടന്നു വന്നതെങ്കിൽ വസയഊദു കമാ ബദ, എങ്ങനെയാണോ തുടങ്ങിയത് അവിടത്തേക്ക് ഇസ്ലാം വലിയ ഒരു യാത്രക്ക് ശേഷം തിരിച്ചു പോകും. ആ തിരിച്ചുപോക്ക് നടക്കുന്ന കാലഘട്ടമാണ് നമ്മുടേത്. സമൂഹം മുഴുവനും ഒരു വഴിക്കൊഴുകുമ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം കാണുമ്പോൾ വിചിത്രം എന്ന ആളുകൾ പറയും, നിനക്കെന്താ ലോകം വേണ്ടേ, നിനക്ക് ജീവിക്കേണ്ടേ, നിനക്ക് ആസ്വദിക്കേണ്ടേ എന്ന് ചോദിക്കും. വസയഊദു കമാ ബദ, ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് തന്നെ ചരിത്രം അതിനെ തിരിച്ചു കൊണ്ടുപോകും. വതൂബാ ലിൽ ഗുറബാ, അങ്ങനെ സമൂഹത്തിൻ്റെ അസത്യത്തിലും അധാർമികതയിലും ഒഴുകുന്ന ഒഴുക്കിനെതിരെ ആരാണോ വിചിത്രമായി നിലനിൽക്കുന്നത് അവർക്കാണ് സർവമാന നന്മയും, അവർക്കാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ويرزقون فيها بغير حساب. ആര് തിന്മകൾ ചെയ്യുന്നുണ്ടോ ആ തിന്മയ്ക്ക് തത്തുല്യമായ ശിക്ഷയുണ്ട്. ആര് നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ സംവിധാനം നോക്കണം. ഇസ്ലാം എന്നത് നിയമം, ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വേണം എന്നാഗ്രഹിക്കുന്ന സമൂഹത്തിന് ഇസ്ലാമിനോളം നല്ല ഒരു ജീവിത പന്ഥാവ് ലോകത്ത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൊക്കെ ഇസ്ലാം ഇങ്ങനെ സ്വീകരിക്കാൻ കാരണം. അവർ കുറേ സ്ട്രക്ചേർഡാണ്, ഡിസിപ്ലിൻഡാണ്. നമ്മൾ ഡിസിപ്ലിൻ അല്ല എന്ന് ഞാൻ പറയല്ല, പക്ഷേ നമ്മളെക്കാളൊക്കെ ജീവിതത്തിൽ ഒരു ചിട്ട വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പടിഞ്ഞാറുകാർ. അവരിലെ നന്മകൾ നമ്മൾ സ്വീകരിക്കണം എന്നാണ്. ഒരു ഡിസിപ്ലിൻ, പറഞ്ഞ വാക്കായിരിക്കണം, ടൈമായിരിക്കണം, നമ്മുടെ പ്രവൃത്തികൾ സ്ട്രക്ചേർഡ് ആയിരിക്കണം, സമയം കൃത്യമായി യൂസ് ചെയ്യണം, വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇസ്ലാമിനോളം ഡിസിപ്ലിൻ ഏതൊരു വിഷയത്തിലും മനുഷ്യന് കൃത്യമായ മാർഗരേഖ നൽകുന്ന മറ്റൊരു സംവിധാനം വിശുദ്ധ ഇസ്ലാം അല്ലാതെ ലോകത്ത് ഒരു മതവുമില്ല. ഇത് പറയുമ്പോൾ വേറെ മതങ്ങളെ കുറ്റപ്പെടുത്താനല്ല, ഞാനൊരു കമ്പാരിറ്റീവ് റിലിജ്യൻ സ്റ്റഡീസ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പടിഞ്ഞാറുകാർ ഇസ്ലാമിനെ ഇത്രത്തോളം നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഇതൊരു ചിട്ടയുള്ള മതമാണ്. فأولئك يدخلون الجنة يرزقون فيها بغير حساب. എല്ലാറ്റിനും നിയന്ത്രണമുണ്ടായിരുന്ന ഒരു ലോകത്ത് നിന്ന് സത്യവിശ്വാസി മരിച്ചു പോകുമ്പോൾ നിയന്ത്രണങ്ങളില്ലാത്ത, കയ്യും കണക്കുമില്ലാത്ത ആസ്വാദനത്തിൻ്റെ ഒരു ലോകം. ഈ പരീക്ഷ കഴിഞ്ഞാൽ വരുന്ന റിസൾട്ട് അങ്ങനെയാണ്, ഈ പരീക്ഷയുടെ പ്രതിഫലം അങ്ങനെയാണ്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുന്നുണ്ട് പരലോകത്ത്. ഈ ലോകത്ത് എന്തു നൽകും? ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, സന്തുഷ്ടമായ ജീവിതം അള്ളാഹു ഒരു വിശ്വാസിക്ക് ഇവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയങ്ങളെ നമ്മളിലേക്ക് ചേർത്ത് പിടിച്ചാൽ ഈ ആശയം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് ബോധിക്കും. ദവാഊക മിൻക വലാ തുബ്സിറൂ വദാഊക ഫീക വമാ തശ്ഉറൂ വതസ്ഉമു അന്നക ജിർമുൻ സഗീർ വഫീക അൻതവൽ ആലമുൽ അക്ബറൂ. വിജ്ഞാനം എന്നതൊരു പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം എൻ്റെ പ്രിയപ്പെട്ട അലിയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹബീബിൻ്റെ മകളുടെ പുതിയാപ്പിളയും 4ാം ഖലീഫയും കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത നബിതങ്ങളുടെ കസിൻ, അവിടുത്തെ മൂത്താപ്പയുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായൊരു കവിത. ദവാഊക മിൻക വലാ തുബ്സിറൂ വദാഊക ഫീക വമാ തശ്ഉറൂ وتزعم أنك جرم صغير وفيك أنت والعالم الأكبر. നിന്റെ അസുഖത്തിൻ്റെ മരുന്ന് മനുഷ്യ നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട്.
എന്നാൽ നിന്റെ രോഗവും നിന്നിൽ നിന്നു തന്നെയാണ്. നിന്റെ മനസ്സാണ് നിന്റെ സന്തോഷത്തിൻ്റെ താക്കോൽ. നിന്റെ മനസ്സു തന്നെയാണ് നിന്റെ പരാജയത്തിൻ്റെ ഉറവിടവും. തസ്ഊമു അന്നക ജിർമുൻ സഗീർ, നീ ഒരു കൊച്ചു മനുഷ്യരൂപമാണല്ലേ, ഒരു ചെറിയ ജീവിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ലോകങ്ങൾ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഹാർട്ടിനെ മുമ്പൊക്കെ ജനറൽ ഫിസിഷ്യന്മാർക്ക് നല്ല സീറ്റായിരുന്നു, ഇപ്പോൾ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകളാണ്. ENT മുമ്പ് ഒന്നിച്ചായിരുന്നു, ഇപ്പോൾ കണ്ണിന് സ്പെഷ്യലിസ്റ്റ്, ഒഫ്തൽമോളജിസ്റ്റ് വേറെ വേണം, ചെവിക്ക് വേറെ വേണം, ത്രോട്ടിന് വേറെയാണ്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഡീറ്റെയിൽ സ്റ്റഡി നടന്നു കഴിയുന്നൊരു കാലഘട്ടമാണിത്. മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നമ്മുടെ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭക്ഷണം, വെള്ളം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് മുഴുവൻ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ സംവിധാനം അനുസരിച്ചാണ്. നമുക്ക് വി ഹാവ് നോ കൺട്രോൾ അപ്പോൺ ഇറ്റ്. നമ്മുടെ വൈറ്റമിൻസും ഫാറ്റും മിനറൽസും ഫൈബറും എവിടേക്ക് പോകണം, ഏതെല്ലാം ഒരു ഗുളിക കഴിച്ചാൽ നമ്മുടെ തലയിൽ ഇവിടെയുള്ളൊരു മുറിവിന് കഴിക്കുന്ന ഗുളിക നമ്മുടെ അബ്ഡോമിനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് അതിൻ്റെ എഫക്റ്റ് എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ സംവിധാനം വേണം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഗുളി കുടിക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഈ വലിയ ലോകങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലൂടെ നോക്കുമ്പോൾ അതിനെ പടച്ചൊരു സ്രഷ്ടാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലയോ? അത് കാണാൻ കഴിയില്ലെങ്കിൽ വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, അൽ കാഫിറു ലാ അഖ്ല ലഹ്. എന്താ കാഫിർ എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ഇല്ല എന്ന് പറയുന്ന മനുഷ്യൻ. ദിസ് ഹാസ് കം ഫ്രം നത്തിങ്, ദിസ് ഈസ് റിസൾട്ട് ഓഫ് ബൈ ചാൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ലാ അഖ്ല ലഹ്, ഹി ഹാസ് നോ ഇന്റലിജൻസ്, ഹി ഹാസ് നോ ബ്രെയിൻ. ഈ പ്രപഞ്ചമുണ്ടായത് വെറുതെയാണ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ബുദ്ധിണ്ടെന്ന് പറയേണ്ടത്? പിന്നെ പുണ്യനബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് അൽ കാഫിറു ലാ അഖ്ല ലഹ്, എ ഡിനയർ ഓഫ് ട്രൂത്ത്, എ ഡിസ്ബിലീവർ ഹാസ് നോ ഇന്റലക്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിഷേധിച്ച ഒരു മനുഷ്യൻ എത്ര വലിയ തത്വം പറഞ്ഞാലും അയാൾക്ക് കിട്ടേണ്ട ബേസിക് ബുദ്ധി പോലും ആ മനുഷ്യന് കിട്ടിയിട്ടില്ല. പിന്നെ പറയുന്നത് അതിനനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ആദ്യം മനുഷ്യൻ അറിയേണ്ടത് ഈ പ്രപഞ്ചമുണ്ടാക്കിയ ഒരു ഖാലിഖുണ്ടെന്നാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ ആരംഭിച്ചത്? അങ്ങനെ റമദാൻ വിശുദ്ധ ഖുർആനിൻ്റെ വാർഷികമാണ്. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. രണ്ടിറക്കം, ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന മസ്ജിദിലേക്ക് ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിലാണ്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് റമദാനിലെ 24-ന്റെ വിശുദ്ധമായ രാവിലാണ്. ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിലേക്ക് വന്നതല്ല, അത് ലൈലത്തുൽ ഖദ്റിലായിരുന്നില്ല. ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഫ്രം ദ പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റ്സ് ടു ബൈത്തുൽ ഇസ്സ, അള്ളാഹുവിൻ്റെ സവിശേഷമായൊരു മസ്ജിദുണ്ട് അത്രേ ഒന്നാം ആകാശത്ത്. ഒന്നാം ആകാശം എന്ന് പറയുന്നത് നമ്മളെ കാണുന്ന നക്ഷത്ര ലോകങ്ങളുടെ പരിധിയുണ്ടെങ്കിൽ ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, വികസിക്കുന്ന പ്രപഞ്ചമെന്ന് ശാസ്ത്രകാരൻ വിളിക്കുകയും, എന്നാൽ അനന്തമാണ്, ദിസ് യൂണിവേഴ്സ് ഇസ് ഇൻഫിനിറ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ദിസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ക്രിയേറ്റഡ് മസ്റ്റ് ബി ഫൈനൈറ്റ്. സൃഷ്ടിക്കപ്പെട്ടതൊരിക്കലും അനന്തമാവില്ല, അത് ഒരു ബൗണ്ടറി ഉള്ളതാ. പക്ഷെ ആ ബൗണ്ടറി എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യ ബിമസാബിഹ്. ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്നത്. ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ എത്രയാ? ഭൂമിയിലെ നാടായ നാടിൽ മുഴുവൻ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തോളം ആകാശത്ത് അല്ലാഹു നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത് സയൻസാണ്. There are as many stars in the sky as much as the grains of sands in the earth. അപ്പോൾ എന്തായിരിക്കും പ്രപഞ്ചം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മീതെയാണ് ഒന്നാം ആകാശം. ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ്. ഒന്നിൽ നിന്ന് സമാഉ സാനിയ, രണ്ടാം ആകാശത്തേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3 4-ലേക്ക്, അങ്ങനെ 6-ൽ നിന്ന് 7-ലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ്. പക്ഷേ we yet don't know എത്രയാണ് ആ ദൂരമെന്ന് നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ആ സമാഉ ദുന്യയിൽ നിന്ന്, അവിടുത്തെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഭൂമിയിലേക്ക് ഖുർആൻ ഇറങ്ങിയത് 24-ാം രാവിലെ റമദാനിലെ. പക്ഷേ ആ ബൈത്തുൽ ഇസ്സയിലേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയത് റമദാൻ ലൈലത്തുൽ ഖദ്റിലായിരുന്നു. ഖുർആൻ ഇറങ്ങിയ ആദ്യ വചനം എന്താണ്? എത്ര മനോഹരമാണതല്ലേ! ആദ്യമായി പുണ്യനബിയോട് വിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകർക്ക് ദിവ്യമായ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടിറങ്ങിയ ആയത്തിൽ ചില പ്രത്യേകതയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക പ്രവാചകരെ. ആദ്യം പറഞ്ഞ വാക്കതല്ല, ഇഖ്റ, വായിക്കണം.
ഈ ഫേസ്ബുക്കും വാട്സപ്പും വായിച്ചിരിക്കാനല്ല ഈ പറയുന്നത് കേട്ടോ. ഇന്റലക്ച്വൽ റീഡിങ് കൊടുക്കാനുള്ളതാണോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകരെ, എല്ലാം സൃഷ്ടിച്ച ഒരു പടച്ച തമ്പുരാന്റെ നാമത്തിലാണ് വായിക്കേണ്ടത്. അള്ളാഹ് പേര് പറഞ്ഞോ ആദ്യത്തെ ആയത്തിൽ? ഇല്ല. അള്ളാഹു ആരാണെന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ആരാണ്? പടച്ചവൻ. റബ്ബിക്, അങ്ങയെയും ഈ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ഒരുത്തനുണ്ട്. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവൻ, എന്നാൽ കണ്ണുകളെയും സർവ്വചരാചരങ്ങളെയും പടച്ചവൻ. ആ റബ്ബിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കണം. ആരാ റബ്ബ്? ആ റബ്ബിന് പലരും പല പേരിട്ട് വിളിക്കും. പല മതങ്ങളും പല പേരിൽ ദൈവത്തിന് പല പേരുകൾ ഇട്ടെന്ന് വരും. ആ റബ്ബ് എന്ത് ചെയ്തു? അല്ലദീ ഖലഖ്, അവനാണ് പടച്ചത്. ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്നെ ആര് പടച്ചു എന്നതാണ്. ഉമ്മയും വാപ്പയും പടച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഉമ്മാക്കും വാപ്പാക്കും ജനിക്കുന്ന മക്കൾ സുന്ദരി സുന്ദരന്മാരാവൂലേ? ഉമ്മാക്കും വാപ്പാക്കും പടക്കാൻ പറ്റുമെങ്കിലേ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല മക്കളായി സുന്ദരി സുന്ദരന്മാരായി ജനിക്കണം എന്നല്ലേ ഏത് ഉമ്മയും വാപ്പയും ആഗ്രഹിക്കുക. പക്ഷേ ഒരു സ്പേം സെൽ ഉമ്മയുടെ ഓവറിയിലേക്ക് കടക്കുന്നതോടുകൂടെ ഉമ്മയ്ക്കും വാപ്പാക്കും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി നടക്കുന്നത് മുഴുവൻ വളരെ ഹൈലി ഇൻ്റലക്ച്വലായ ഒരു രക്ഷിതാവിൻ്റെ പ്രവർത്തനമാണ്. അതെങ്ങനെ ഒരു റാൻഡം പ്രോസസ്, അതെങ്ങനെ ഒരു ബൈ ചാൻസ് എന്ന് പറയാം? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് മനുഷ്യൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇത്രമേൽ മനുഷ്യൻ, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. ഇത്രയും പറയാൻ പറ്റൂ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സൃഷ്ടിപ്പ് നടത്തിയവൻ എന്ന് മാത്രമല്ല, ആദ്യം ഖുർആൻ പറഞ്ഞത് അല്ലദീ ഖലഖ്, എല്ലാം പടച്ചവൻ. ആ പടച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കണം. മുസ്ലിം ഉമ്മത്തിനോട് ഖുർആനിൻ്റെ ആദ്യത്തെ ആഹ്വാനം വായിക്കണം, പഠിക്കണമെന്നാണ്. സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, വിദ്യാഭ്യാസം വേണം. ഒരു യൂട്യൂബ് റീൽസും കണ്ടിരുന്നാൽ പോരാ, പഠിക്കണം. കണ്ടന്റുകൾ ഉണ്ടാവണമെങ്കിൽ വായിക്കണം. പുസ്തക വായന വേണം. നല്ല നല്ല ഇന്റലക്ച്വലുകളുടെ പുസ്തകങ്ങൾ, വിശുദ്ധ ഖുർആൻ അടക്കം, ഹദീസുകളടക്കം, ബയോഗ്രഫി അടക്കം, ചരിത്രങ്ങളടക്കം, ഹ്യൂമൻ ഹിസ്റ്ററി പഠിക്കണം, സയൻസ് പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. പിന്നെ പറഞ്ഞു മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ഇഖ്റ, വായിക്കണം. വറബ്ബുക്കൽ അക്രം, അങ്ങയുടെ രക്ഷിതാവ് അതീവ ഔദാര്യനാണ്. പടച്ചവൻ ദയാലുവാൻ. എങ്ങനെ കിട്ടും? പഠിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലദീ അല്ലമ ബിൽ ഖലം, വീണ്ടും പറയുന്നത് പേനയെക്കുറിച്ച്. അല്ലമ ബിൽ ഖലം, മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവനാണ് അള്ളാഹു. ഹമ്രാബിയുടെ ശില്പങ്ങളെക്കുറിച്ച് നമ്മൾ പറയും, എഴുത്തിനെക്കുറിച്ച് പറയും. നൈൽ നദിയുടെ തീരത്ത് ജീവിച്ചു പോയ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയും. സിന്ധു നദീയുടെ സംസ്കാരത്തെക്കുറിച്ച് പറയും. അവരൊക്കെ എഴുതിയത് കൊണ്ടാണ്, രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ആ ചരിത്രം നമുക്കെന്ന് മനസ്സിലായത്. അവരെ എഴുതാൻ ആരാണ് ഇൻസ്പയർ ചെയ്തത്? ആരവരെ തോന്നിപ്പിച്ചു? തിന്നാൻ വകയില്ലാതെ ഓടി നടക്കുന്ന കാലം, ഒരു നേരം കഞ്ഞി വെക്കാൻ വകയില്ലാതെ ഓടി നടന്ന ആദ്യ മനുഷ്യർ എന്തിന് എഴുതി വെച്ചു? അവർക്ക് ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ എഴുതി വെക്കാൻ? ആരാണ് അവരെ പ്രേരിപ്പിച്ചത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറക്ക് നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ പ്രതിനിധീകരിക്കണം, അതുകൊണ്ട് എഴുതണം. പാറകളിലും തോലുകളിലും എല്ലുകളിലും. അല്ലമ ബിൽ ഖലം, ഹി ഈസ് ദ വൺ ഹു ടോട്ട്സ് മാൻ ദ യൂസ് ഓഫ് പെൻ. മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവനാണ് രക്ഷിതാവ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനറിയാത്ത അറിവുകളെ മനുഷ്യന് അറിവായി നൽകിയവനാണ് ആ പടച്ചവൻ. മനുഷ്യൻ്റെ അറിവിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. iPhone 17 ഇറങ്ങുമ്പോൾ 16നേക്കാളും ഒരിച്ചിരി ഒന്ന് ഫോർവേഡ് വരും അല്ലേ? ചിലർ വലിയ കാര്യമൊന്നുമില്ല, ക്യാമറ ഇത്രയേ ഉള്ളൂ, എന്നാലും കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ അവർ ശ്രമിക്കും. ഇനി ഒരു 18 ഇറങ്ങുമ്പോൾ 17നേക്കാളും കൂടുമോ കുറയോ? കൂടും അല്ലേ? എന്നാൽ പിന്നെ ഈ അറിവ് മൊത്തം മനുഷ്യൻ ആദ്യം പഠിച്ചോ കൊടുത്തുകൂടായിരുന്നു? അല്ല, ഗ്രാജ്വലി മനുഷ്യൻ തർക്കബുന്ന തബഖൻ അൻ തബഖ്, യു വിൽ ബി അഡ്വാൻസിങ് ഗ്രാജ്വലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അല്ലെങ്കിൽ ലോകം ബോറടിക്കൂലേ? എല്ലാം ആദ്യം കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. പടച്ചവൻ്റെ ഫൈൻ ട്യൂണിങ് ഓഫ് ദ ക്രിയേഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങളോട് വിശുദ്ധ ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തിയത് ശരീരത്തെ പടച്ചവൻ അവനാണ്, പ്രപഞ്ചത്തെ പടച്ചവനും ആ റബ്ബാണ്. ആ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണം. ഈ 5 ആയത്തിലും അല്ലാഹ് എന്ന പേര് റബ്ബ് തആല ഉപയോഗിച്ചില്ല. പിന്നെ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു അതിന് ശേഷം, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ
ഇന്ന ഇലാ റബ്ബിക റുജ്ആ അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ഇങ്ങനെയൊക്കെ അറിവുണ്ടായി മാലാഖമാരെ പോലെ ഔന്നിത്യമുള്ളൊരു ജീവിതം നയിക്കേണ്ട മനുഷ്യന്റെ കയ്യിലേക്ക് 4 കാശ് വന്നാൽ എന്ത് സംഭവിക്കുന്ന? ആദ്യത്തെ 5 ആയത്ത് 6-ാമത്തെ ആയത്ത് പൈസയെക്കുറിച്ചാണ് പറയുന്നത് ഖുർആൻ. ഖല്ലാ, പ്രവാചകരെ അങ്ങ് വിചാരിച്ചതുപോലെയല്ല കാര്യം, മനുഷ്യന്മാർ വാദിക്കുന്നതുമല്ല വിഷയം, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ ഭൂമിയിൽ അരാജകത്വം ചെയ്യും, തോന്നിവാസം ചെയ്യും, അനീതി ചെയ്യും, അതിക്രമം ചെയ്യും. എപ്പോ? അർആഹു ഇസ്തഗ്നാ, എന്നെ തൊടാൻ ആരുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യന് വന്നാൽ, നിയമവും സംവിധാനവും എൻ്റെ കൂടെയുണ്ട്, കോടതികളെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയും, എൻ്റെ കയ്യിൽ ക്യാഷുണ്ട്, എന്നെ തടയാൻ ആരുണ്ടിവിടെ എന്ന് മനുഷ്യന് ധിക്കാരത്തിൻ്റെ ഭാവം വന്നാൽ ഈ പ്രപഞ്ചത്തിൽ അനീതി അഴിഞ്ഞാടുന്ന അവസ്ഥ കാണാൻ കഴിയും. പ്രവാചകരെ, മനുഷ്യനോട് പറയാ, മനുഷ്യൻ ഹമ്പിളാവണം. മനുഷ്യൻ നിസ്സാരനാണ് അല്ലേ? 1 മിനിറ്റ് നേരം 2 മിനിറ്റിനുള്ളിൽ ശ്വാസം വലിക്കാൻ പറ്റാൻ നമ്മൾ ഔട്ടായി പോകും. ഉറക്കത്തിലെങ്ങാനും ശ്വാസം വലിക്കാൻ മറന്നുപോയ എന്തായനെ? അതൊക്കെ അള്ളാഹു ഒരു സംവിധാനം വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഉറങ്ങി എണീക്കല്ലേ? എങ്ങാനും ശ്വാസം വിടാൻ നീയത്ത് വേണമെന്നെങ്ങാനും ആവശ്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മറന്നുപോയില്ലേ? എന്നിട്ടാണ് ഈ മനുഷ്യൻ ഈ ഹുങ്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അത്ഭുതമാണല്ലേ? ഖുർആൻ പറയാ, ഖല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ, എൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ സ്വഭാവം കണ്ടു തുടങ്ങും. അത് പുറത്തു വരും. കൂടെയുള്ളവരോട് നിസ്സാരത്തിൻ്റെ കണ്ണുകളോട് നോക്കാൻ തുടങ്ങും. തൻ്റെ കൂടപ്പിറപ്പുകളോടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയാതെ വരും. തൻ്റെ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാതെ വരും. എന്ത്? എനിക്ക് ആരെയും ആവശ്യമില്ലല്ലോ, എനിക്കിഷ്ടം പോലെ പണമുണ്ടല്ലോ, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, നിയമപാലകരെ എനിക്ക് പിടിക്കേണ്ട കാര്യമില്ല, എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് തോന്നുന്ന മുഴുവൻ ആളുകളും ഈ പ്രപഞ്ചത്തിൽ അരാജകത്വം ചെയ്തു കൂട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. സത്യമല്ലേ? അത് ഖുർആന്റെ സ്റ്റേറ്റ്മെന്റുകൾ എത്ര കൃത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യന് സമ്മാനമായി നൽകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത് മനുഷ്യൻ സന്തോഷിച്ച് വിജയിക്കുക എന്നതാണ്. ഈ ലോകത്തെ വിജയം, നമ്മൾ സന്തോഷിക്കാനാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കാശ് കയ്യിൽ വന്നാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന്. 16,000 ആളുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. 16,000 മനുഷ്യന്മാർ, 16,000 പീപ്പിൾ. ഇംഗ്ലീഷുകാർ പിന്നെ അങ്ങനെ ഒരു പണിക്ക് ഇറങ്ങിയ പിന്നെ അതങ്ങ് അറ്റം വരെ പോകും. 16,000 മനുഷ്യന്മാരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. എവിടെയാണ് നിങ്ങളുടെ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ 35%, 35% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. കൂടുതലുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു. അത് കിട്ടിയാൽ, കാശില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് വിജയം എന്ന് 35% ആളുകൾ. ഈ 16,000-ലെ 35%. 28% പറഞ്ഞു സംതൃപ്തമായിട്ട് ജീവിക്കുക, അതന്നെ വിജയം എന്ന് പറഞ്ഞാൽ. കണ്ടന്റ്മെന്റ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയും. പുണ്യ നബി ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു ഹദീസുണ്ട്. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്, സമ്പൽ സമൃദ്ധി, സമ്പാദ്യം, മുതലാളിയാവുക എന്നൊക്കെ പറഞ്ഞത് കുറേ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുക എന്നതല്ല. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്, സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ കാശുണ്ടാവലല്ല. എത്ര കാശുണ്ടായാലും ആർക്കെങ്കിലും അത് മതിയായിട്ടുണ്ടോ? 10 ഷോപ്പ് തുടങ്ങുന്നു, 11ാമത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? എനിക്ക് മതി, എനിക്കും മക്കൾക്കും ജീവിക്കാൻ ഇതന്നെ ധാരാളം. അല്ല, 100 ആകുമ്പോൾ ഒരു 101 വേണം, 1001 നമുക്ക് അമേരിക്കയിൽ തുടങ്ങണം. അങ്ങനെ ആലോചിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്, ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ ബികഥറത്തിൽ അർദ്, സമ്പാദ്യം ഒരുപാടുണ്ടാക്കി കൂട്ടുക എന്നതല്ല മനുഷ്യൻ മുതലാളിയാവുക എന്ന് പറയുന്നത്. ആരാണ് മുതലാളി എന്നറിയോ? വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സിനുള്ളിൽ തോന്നണം, എനിക്ക് അല്ലാഹു നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ്. അത് തോന്നുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് പോവർട്ടി? പോവർട്ടി ഈസ് വോൺസ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആവശ്യം എന്നാണ്. അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, വീടിൻ്റെ ആവശ്യമുണ്ട്, ചികിത്സയ്ക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാം. ഒരു മുതലാളിക്ക് തോന്നുക, എനിക്ക് പൈസ മതിയായിട്ടില്ല, ഇനിയും ആവശ്യമുണ്ട്, ഇനിയും കാശ് വേണം, അപ്പോൾ അയാൾ ദരിദ്രനാണെന്നാണ്.
നേരെ മറിച്ച് കയ്യിൽ ഒന്ന് ജീവിച്ച് തട്ടിമുട്ടി പോകാനുള്ള വകയെ കയ്യിലുള്ളൂ. അൽഹംദുലില്ലാ, പടച്ചോനെ നീ കൂടുതൽ തന്നാൽ ഞാൻ സ്വീകരിക്കും റബ്ബേ, അതിന് കുഴപ്പമൊന്നുമില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നതിനർത്ഥം. സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം മഹാനവറുകൾ അസുഖമൊക്കെ മാറി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹീഹായ ഹദീസാണ്. മഹാനവറുകൾ ഉർഖുദു ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അയ്യൂബ് നബിയെ ആ പരിശുദ്ധമായ വെള്ളത്തിലങ്ങ് കാലുകൊണ്ട് ചവിട്ടിക്കോളൂ. സ്ട്രൈക്ക് വിത്ത് യുവർ ഫീറ്റ്. നിങ്ങൾ ആ വെള്ളത്തിലും അവിടെ നിന്ന് ചവിട്ടിയാൽ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളവും വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരു മനോഹരമായ ഒരു കുളമുണ്ട് അയ്യൂബ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒമാനിലെ സലാലയിൽ ചെന്നാൽ കാണാൻ കഴിയും. മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അത് തണുത്തതാണ് എന്ന് പറഞ്ഞു. സലാലയിൽ പോയവരുണ്ടാ? നല്ല തണുപ്പുള്ള വെള്ളമാണത്. അതിൻ്റെ ചുറ്റും മലകളാണ്. ഞാൻ ആ കുളത്തിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടേ, ഒരു 10 പ്രാവശ്യം ഒന്നാവില്ല. എപ്പോഴും ചിൽഡ് വാട്ടർ, തണുത്തതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ബാരിദ്. എപ്പോഴും ഏത് ചൂടുകാലത്ത് പോയാലും ആ കുളത്തിൽ നീന്തി കുളിക്കാൻ പറ്റുമല്ലോ, വെള്ളം കുടിക്കാൻ പറ്റും. അയ്യൂബ് നബിക്ക് അല്ലാഹു ഇട്ട് കൊടുത്ത അതിൻ്റെ പരിസരത്തൊന്നും വെള്ളം കാണില്ല. ഒരു 3 മലകളുടെ താഴ്വാരത്താണ്. അവിടെ ഇറങ്ങി വരാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായി. ഇപ്പം കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് താഴേക്ക്. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ ജറാദുകൾ, ലോക്കസ്, നമ്മളെ വെട്ടുകിളികൾ എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല സാധനം. നമ്മളെ പുൽച്ചാടിയെ പോലെ കാണുന്ന ഒരു കൊച്ചു പക്ഷികളിൽ ഏറ്റവും ചെറിയ പക്ഷി പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ പോലെയുള്ള സാധനം, സ്വർണത്തിൻ്റേത് ദേഹത്ത് ഇങ്ങനെ വീഴുന്നത് മഹാൻ കാണുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കുളിയൊക്കെ നിർത്തി അദ്ദേഹം ഇങ്ങനെ അത് പെറുക്കാൻ നടന്നു. അപ്പോൾ അസുഖം മാറാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ ഈ അവിടെ കാലുകൊണ്ട് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും, കുടിക്കുക, കുളിക്കുകയും ചെയ്ത്. അപ്പോൾ കുളിൻ്റെ ഇടയിലാണ് ഈ സ്വർണത്തിൻ്റെ ലോക്കസ്റ്റുകൾ ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുന്നത്. കുളിയൊക്കെ നിർത്തിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ പെറുക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ചോദിച്ചു, അലം ഉഗ്നിക അൻക യാ അയ്യൂബ്, അയ്യൂബ് നബിയെ ഈ സ്വർണത്തിൻ്റെ ഇതൊക്കെ വാരിയെടുക്കേണ്ട വല്ല ആവശ്യങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം തന്നിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ നിന്റെ അനുഗ്രഹം ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ മാത്രമൊന്നും അയ്യൂബായിട്ടില്ല പടച്ചോനെ, അതുകൊണ്ടാണ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ പെട്ടെന്ന് അഹങ്കരിച്ചു പോകും. അത് പാടില്ല. സ്റ്റേ കാം, സ്റ്റേ ഹംബിൾ. എത്ര സമ്പാദ്യമുണ്ടെങ്കിലും നമ്മൾ പച്ചയായ മനുഷ്യരാ, ആരുടെ മണ്ണിലേക്ക് പോകാനിരിക്കുന്നവരാ. ആ ബോധത്തിൽ ജീവിച്ചാൽ മതിയല്ലോ. സമ്പാദ്യം എന്നത് കുറേ കിട്ടലല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീട് കണ്ട് സന്തോഷിക്കുക, കണ്ണ് ചിമ്മിട്ട് ആലോചിക്കുക, പടച്ചവനെ ഇരിക്കാനൊരു കൂരയില്ലാത്ത എത്രയായിരം കോടിക്കണക്കിന് ആളുകൾ സഹാറ മരുഭൂമിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ നാട്ടിലില്ലേ, നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിലില്ലേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലില്ലേ? അള്ളാഹു എനിക്കൊരു വീടുണ്ടല്ലോ. എന്നാലും ഇപ്പോൾ എൻ്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ, മറ്റവൻ്റെത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് 8000 ഉണ്ടല്ലോ, 15,000 ഉണ്ട്. എന്തിനാ അത് ആലോചിക്കേണ്ട കാര്യം? നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ മുതലാളിമാരാണ്. ദുനിയാവിൽ ഇപ്പോൾ യൂസുഫ് അലിഖാൻ്റെ വീടിൻ്റെ അത്ര എൻ്റെ വീടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഓരോരുത്തർക്ക് കൊടുത്തു. യുചീഹിമൻ യശ, പടച്ചവൻ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളവർക്ക് ബിഗൈരി ഹിസാബ്, ചിലപ്പോൾ അങ്ങ് വാരിക്കോരി കൊടുത്തെന്ന് വരും. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണോ? അല്ല. എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ മുതലാളിയാണെന്നത് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിലെ പൈസയിലല്ല. ഖൽബിൽ തോന്നണം, എൻ്റെ ഭാര്യ, ലോകത്ത് കുറേ സുന്ദരിമാരുണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണ്, അൽഹംദുലില്ലാഹ്. എനിക്ക് എൻ്റെ മക്കള് എൻ്റെ കണ്ണിലുണ്ണിയാണ്. എൻ്റെ ജോബ്, എനിക്ക് ലുഖ്മത്തു ഐഷ്, എനിക്ക് ജീവിക്കാൻ വക നൽകുന്ന എൻ്റെ ജോബാണ്, അൽഹംദുലില്ലാഹ്. നല്ല ജോബ്, കൂടുതൽ സാലറി ഉള്ളത് കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഉള്ളത് ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്. പലരും നാട് വിട്ടുപോയി അമേരിക്കയിലും കാനഡയിലുമൊക്കെ സെറ്റിലാവും. എന്തേ? നമ്മളെ നാട്ടിൽ സ്റ്റാൻഡേർഡില്ലേ എന്ന് പറഞ്ഞിട്ട്. സമ്പാദ്യവും പറമ്പും ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നാട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളില്ലേ? എൻ്റെ ജീവിക്കാൻ കൊള്ളൂല, അത് പിന്നെ നമുക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ജീവിക്കാം. എൻ്റെ നാടും എൻ്റെ ഗ്രാമവും എനിക്ക് സ്വർഗമാണ് എന്ന് വിചാരിച്ചാൽ ആ മനുഷ്യനോളം സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സന്തോഷം അല്ലാഹു നൽകിയതാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് കുറേ കിട്ടിയാലാ സന്തോഷിക്കാൻ. അല്ല, അതിനാണ് പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാൻ. അതുകൊണ്ട് പറഞ്ഞു, അൽ ഖനാഅതു കൻസുൻ ലാ തഫ്നാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. തീർന്നു പോകാത്ത നിധിയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നു, ഒരു സ്വിഫ്റ്റ് കാറേ ഉള്ളത്, മാരുതി 800 ഒക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ച്, അതൊക്കെ അന്നൊക്കെ കാറായാൽ മതിയായിരുന്നു അല്ലേ? കാറിലാ വന്നതെന്ന് പറയാം. ചൂടുക്കണ കാലത്താണെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട്, അപ്പോൾ ചങ്ങാതി ആ ഗ്ലാസ് താത്തി കൂടെ കാറ്റ് വന്നോടെ ഈ ചൂടത്ത് എന്തിനാ ഗ്ലാസ് പൊക്കിയിട്ട് ടൗണിലൂടെ ആൾക്കാർ വിചാരിച്ചോട്ടെ AC ഉണ്ടെന്ന്. എന്നിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ പൊങ്ങച്ച മനുഷ്യനെ വന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുമക്കൾ പോലും ഒരു വാഹനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാങ്ങണം എന്നാണ് വാപ്പയോട് പറയാം. നമ്മളൊരു വാഹനം എങ്ങനെ തട്ടിവെപ്പിച്ചു, നമ്മുടെ അയൽപക്കക്കാരനോ കുടുംബക്കാരനോ അതിലും മുന്തിയ വണ്ടിക്ക് വന്ന വാപ്പാൻ്റെ വണ്ടിയിൽ നിന്ന് ഈ മക്കൾ ആ വണ്ടിയിലേക്ക് ഓടും ഇല്ലേ? അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എൻ്റെ വാഹനം